ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഷുഗറുകാർക്ക് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ? ആ പച്ചടി എന്തുകൊണ്ട് ഉണ്ടാക്കണേന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ വെണ്ടയ്ക്കയും ഇതെന്താണെന്നറിയാമോ? പനിക്കൂർക്കയുടെ ഇലയും തൈരും വെച്ചിട്ട് നമുക്കൊരു പച്ചടി റെഡിയാക്കാം. ഈ വെണ്ടയ്ക്കയും തൈരും ഈ പനിക്കൂർക്കയുടെ ഇലയുണ്ടല്ലോ, ഈ ഇല നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റണ സാധനം. തൈരും നീർക്കെട്ട് കുറയ്ക്കും, വെണ്ടയ്ക്കയും നീർക്കെട്ട് കുറയ്ക്കും, പനിക്കൂർക്കയുടെ ഇലയും നീർക്കെട്ട് കുറയ്ക്കും. അപ്പം നമുക്കതൊക്കെ വെച്ചിട്ട് ഒരു പച്ചടി റെഡിയാക്കിയാലോ? തൈരുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. നല്ല അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയാലോ? തൈരിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ഉടച്ചെടുത്ത തൈര് ഉപയോഗിച്ച് നമുക്കൊരു പച്ചടി റെഡിയാക്കിയാലോ? വാ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയട്ടെ കേട്ടോ. ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ. ഇഞ്ചിയുടെ ഒപ്പം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഹലോ, നമുക്കുണ്ടല്ലോ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ കൂടെ നമുക്കുണ്ടല്ലോ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം പനിക്കൂർക്കയുടെ ഇലയുടെ ഒപ്പം വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. ഷുഗറുകാർക്ക് എപ്പോഴും വെണ്ടയ്ക്കയും പനിക്കൂർക്കയുടെ ഇലയൊക്കെ നല്ലതാട്ടോ. അതൊന്ന് വഴന്നു വരട്ടെ കേട്ടോ. ഒന്ന് ഇളക്കി ഇച്ചിരി നേരം ഒന്ന് വേവിക്കാം കേട്ടോ. മൂടി വെച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ ഇരുന്ന് 2 മിനിറ്റ് നേരം വെണ്ടയ്ക്കയും നമ്മുടെ ഇലയും
പനിക്കൂർക്കയുടെ ഇലയും ഒന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് വെണ്ടയ്ക്കും പനിക്കൂർക്കയ്ക്കും ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് ഒന്ന് വാടട്ടെ കേട്ടോ. നല്ല പച്ചമണം എല്ലാം പോയി അവിടെ ഇരുന്ന് ഒന്ന് വേവ. ഓ, പനിക്കൂർക്കയുടെ ഇലയുടെ മണം, ഓ എന്ത് മണമാണെന്ന് നോക്കിയേ. ഹായ്, നല്ല മണം. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഞാനൊന്ന് മൂടി തുറന്ന് നല്ല മണം കണ്ടിട്ട് ഒന്ന് മൂടി തുറന്ന് നോക്കിയതാട്ടോ. ഒന്ന് വേവട്ടെ അവിടെ ഇരുന്ന്. അങ്ങനെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും വെണ്ടയ്ക്കയും റെഡി ആയിട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല മണമാട്ടോ, എന്ത് മണാന്നറിയോ. ഇനി നമുക്ക് നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തൈരിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൈരിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്ക് ഒന്ന് എടുക്കാം. തൈരിലൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. ഷുഗറാരിനെയും പോയി കഴിച്ചോട്ടോ. അടിപൊളിയാണ്. നീർക്കെട്ട് കുറയ്ക്കാൻ സൂപ്പർ സാധനം. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അങ്ങോട്ട് കളയരുത്. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.